മികച്ച അധ്യാപകൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം സത്യസന്ധതയുടെയും ലാളിത്യത്തിന്റെയും മാനവികതയുടെയും ഉദാത്ത മാതൃകയായിരുന്നു. അദ്ദേഹത്തെ അറിയുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്നും ആദരവോടെയും സ്നേഹത്തോടെയും ഓർക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം ബേവിഞ്ച മാഷ്. ഇന്നത്തെ ഈ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് ചടങ്ങിന് മാറ്റുകൂട്ടുന്ന വിശിഷ്ടാതിഥികളെയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരെയും പ്രിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണങ്ങൾ വെറും ഓർമ്മകളുടെ സംഗമമല്ല, മഹത്തായ ജീവിതങ്ങളെ വീണ്ടും വായിക്കാനുള്ള അവസരമാണ്. അവരുടെ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള പ്രതിജ്ഞയാണ്. അത്തരമൊരു ആത്മീയവും സാംസ്കാരികവുമായ അനുഭവമാണ് ഇന്നത്തെ ഈ സമ്മേളനം. ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അനുസ്മരണ പ്രഭാഷണം. ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ലോകത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട CM വിനയചന്ദ്രൻ സർ അവർകളാണ്. അദ്ദേഹം പ്രശസ്ത കവി, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും വാക്കുകളും ഈ സദസ്സിന് കൂടുതൽ അർത്ഥവത്തായ അനുഭവം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. നല്ല മനുഷ്യരെ സമൂഹം മറക്കരുത്. കാരണം അവർ തെളിയിച്ച വഴികളിലാണ് വരും തലമുറയുടെ ദിശാബോധം. ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അറിവും വിനയവും മനുഷ്യ സ്നേഹവും ചേർന്നാൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്താനാകുമെന്ന് തന്നെയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഒരു ചടങ്ങായി മാത്രം അവസാനിക്കാതെ അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും തുടർന്ന് പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥന. ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പേനയും നാവും വഹിച്ച പങ്കിനെ ഇന്ന് അധികം വിശേഷണത്തിലില്ലാത്ത ഒരു പഴയ പദം കൊണ്ട് ഞാൻ ഉപമിക്കുകയാണ്: നിസ്തുലം. അതെ, നിസ്തുലം. അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ അക്ഷരങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നു. അദ്ദേഹത്തിന് പൊളിച്ചു പുറത്തു കടക്കാൻ പറ്റാത്ത ചക്രവ്യൂഹങ്ങളില്ലായിരുന്നു. എത്തേണ്ടതാമിടത്ത് എത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുമ്പോട്ട് തന്നെ നടക്കും ഞാൻ, കല്ലും മുള്ളും ചവിട്ടിക്കടന്ന്. കാരണം പിന്നാലെ വരുന്ന പിഞ്ചുപാദങ്ങൾക്ക് വിന്യാസവേളയിൽ വേദന തോന്നല. മഹാകവി വള്ളത്തോളിന്റെ ആ വരികളെ തീർത്തും അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് തെളിയിച്ച് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ മഹനീയം എന്നാണ് ആ ഇന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി തോന്നുന്നത്. അതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ ഒരു പുരോഗതി എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സൈനബ് കോളേജിനെ നമ്മളിങ്ങനെ ഇബ്രാഹിം ബേവിഞ്ച മാഷിൻ്റെ പേരിലുള്ള അക്ഷരാമൃതം അവാർഡിന് തിരഞ്ഞെടുത്തത് മാഷ് ജീവിച്ച ഇതേ ഒരു മണ്ഡലത്തിൽ നിന്ന്, അതും 200 കുട്ടികൾ അടങ്ങുന്ന ഒരു കോളേജ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള മാഗസിൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് തലശ്ശേരി ഗവൺമെൻറ് കോളേജാണ്. 2000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേഷന് PhD ഒക്കെ പഠിക്കുന്ന ഈ 2000 വിദ്യാർത്ഥികളെ 200 വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് 3ാം സ്ഥാനം കിട്ടിയത് സൈനബ് മെമ്മോറിയൽ സെന്ററാണ്. അപ്പൊ അതിനർത്ഥം ഈ 200 പിള്ളേരിൽ നിന്നും പലരും പിള്ളേരും മറ്റൊരു ഇബ്രാഹിം ബേവിജിയായി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ അനുസ്മരണ സമ്മേളനത്തിൽ KM ഹനീഫാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മുമ്പിൽ വെച്ചത്, മാഷിന്റെ പേരിൽ ഒരു അവാർഡ്. അപ്പൊ ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ അസീനൊക്കെ ഉണ്ടായിരുന്നു, ഗിരിജ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇത് പ്രഖ്യാപിക്കാൻ അവിടെ പോകുമ്പോൾ. അപ്പൊ അവരുടെ കണ്ണുകളിൽ കണ്ട ആ ഒരു തിളക്കമുണ്ടല്ലോ, അത് തന്നെ നമ്മൾ ധന്യരാകാൻ. അപ്പൊ ഒരാൾക്ക് കൊടുത്താൽ അയാൾ മാത്രം ധന്യനായി. ഇതിപ്പോ ആ മാഗസിനും ആ കോളേജും ആ പിള്ളേരും ധന്യരായി. അപ്പോ ഷെല്ലിയുടെ അതേപോലെ വേദിയിലിരിക്കുന്ന ദാമോദരൻ, അസ്മാസ് അഹമ്മദ് അലി, കോലായി പ്രസിഡന്റ് അസൈനാഥ് തൊട്ടുംഭാഗം, സുലൈഖ മായി,
മറ്റു മാന്യ വ്യക്തിത്വങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇബ്രാഹിം മാഷിൻ്റെ കുടുംബാംഗങ്ങളെ, ശിക്ഷകണങ്ങളെ, അതേപോലെ കോലായിയുടെ അംഗങ്ങളെ, ഇവിടുത്തെ നാട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ 2 വർഷം നമുക്ക് ഇബ്രാഹിം മാഷിനെ ഓർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ തന്നെയായിരുന്നു ഈ പരിപാടി അധ്യക്ഷനായിരുന്നത്. അന്ന് ഒരു ആശയം വന്നതാണ് ഇബ്രാഹിം മാഷെ ഓർക്കുക. കാരണം നമ്മൾ പൊതുവെ നമുക്കെല്ലാം അറിയാം, മനുഷ്യന്മാർ നശ്വരമാണ്, മരിച്ചുപോയ മറന്നുപോകും. അപ്പോൾ അവരെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കാനിയ പറഞ്ഞ പോലെ നല്ല എഴുത്തുകൾ, അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങൾ നൽകിയ അവർ മരിച്ചുപോയാലും അത് അനശ്വരമായി ജീവിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിളായി ഇബ്രാഹിം മാഷി ഇപ്പം മാറിയിരിക്കുകയാണ്. കാരണം ഇബ്രാഹിം മാഷി മരിച്ചു, നമ്മളൊക്കെ ഇപ്പോൾ ഇബ്രാഹിം മാഷിനെ ഓർക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഓർക്കാൻ കാരണം നമുക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ, നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഓർക്കപ്പെടുമെന്നുള്ള ഏറ്റവും വലിയ കിട്ടുകയുള്ളൂ. നിങ്ങൾക്കറിയാം, കാസർഗോഡ് ഇന്നും നമ്മൾ എല്ലാ കൊല്ലവും നിങ്ങൾക്കറിയാം ഒക്ടോബർ 3 എന്ന് പറഞ്ഞാൽ ടി ഉബൈദ് സാഹിബിനെ, മഹാകവി ടി ഉബൈദ് സാഹിബിനാണ് ഓർക്കുന്നത്. അപ്പോൾ ഉബൈദ് മരിച്ചത് 1972-ലാണ്. അപ്പോൾ 72-ൽ മരിച്ച ഉബൈദ് എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്? ഒന്നാമതായി ഉബൈദ് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. കൂടാതെ ഇബ്രാഹിം ഉബൈദ് മാഷ് കുറേ കവിതകൾ, മാപ്പിള കവിതകൾ എഴുതിയിരുന്നു. കാസർഗോഡ് പല സാഹിത്യവേദി പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നിരുന്നു. അപ്പോൾ എല്ലാ കൊല്ലം ഉപയോഗിച്ചാനും ഓർക്കുന്നു. മാത്രമല്ല, ഉപയോഗിച്ചാൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ തളങ്കരയിൽ 1-2 ലൈബ്രറി ഉണ്ട്, ഒരു തെരുവത്ത് റോഡുണ്ട്, ടി ഉബൈദ് റോഡ്. അപ്പോൾ ഉപയോഗിച്ചാൽ നമ്മൾ ഓർക്കുന്നു. അതേപോലെ പിന്നെ ഒരാൾ ഞങ്ങൾ തളങ്കരക്കാരെ സംബന്ധിച്ചോളം KS അബ്ദുല്ല സാഹിബാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ ആഗ്രഹം, ഞങ്ങളൊക്കെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ KS അബ്ദുല്ലയാണ് ഞങ്ങൾ ഓർക്കുക. കാരണം എല്ലാവർക്കും നന്നായി എന്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, ബുക്ക് കൊടുക്കുക. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലുതായി കഴിഞ്ഞാൽ KS അബ്ദുല്ല അല്ലെങ്കിൽ KS അബ്ദുല്ല കാണിച്ചു തന്ന വഴിയിൽ നാട്ടുകാരെ ഫിലാന്ത്രോപിസ്റ്റ് പോലെ സഹായിക്കുന്നത്. അപ്പൊ ഇന്നും KS അബ്ദുല്ല ഞങ്ങളൊക്കെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. KS അബ്ദുല്ലയെ ഓർമ്മയിൽ നല്ലൊരു ഹോസ്പിറ്റൽ തളങ്കര ചാരിറ്റബിൾ KS അബ്ദുല്ല ഹോസ്പിറ്റൽ ഉണ്ട്. അതേപോലെ ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത്, ഞാനൊക്കെ 1980-ലാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പോകുന്നത്. അപ്പോൾ ഇബ്രാഹിം മാഷ് 1971 ഒരു ലെക്ചറായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ചേരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കായതുകൊണ്ട് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സാറിന്റെ പല പ്രഭാഷണങ്ങളും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്നൊക്കെ പ്രസക്തി വളരെ പ്രസക്തമായിരുന്നു, എല്ലാ പ്രസക്തിയും ഞാൻ വായിക്കുമായിരുന്നു ചന്ദ്രികയില്. കൂടാതെ കോളേജ് ലൈഫിൽ ഞങ്ങളൊക്കെ അവരൊക്കെ അറിയാം, നമ്മുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് കോളേജിൽ കലാപരിപാടി ഉണ്ടാവും. അതേപോലെ നമ്മുടെ കോളേജിൽ എല്ലാ കൊല്ലവും ഒരു മാഗസിൻ നടന്നു. ആ മാഗസിന്റെ പലപ്പോഴും സ്റ്റാഫ് എഡിറ്ററായിട്ട് ഇബ്രാഹിം മാഷ് ഉണ്ടാവും. അതും നമ്മൾക്ക് ഇബ്രാഹിം മാഷുമായി അടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം മാഷിനെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇബ്രാഹിം മാഷിനെ കോളേജിൽ വിട്ടതിന് ശേഷം, കാരണം 25 വർഷക്കാലമാണ് ഇബ്രാഹിം മാഷ് ടോട്ടൽ ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിച്ചത്. പക്ഷെ ആ സമയത്ത് കോളേജ് വിട്ടതിന് ശേഷം ഇബ്രാഹിം മാഷുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനം ഇബ്രാഹിം മാഷ് മരിച്ചപ്പോൾ ആ മൈത്തസ്കാരത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം മാഷിനെ പോലെ തന്നെ ഞങ്ങളൊക്കെ ഓർക്കുന്ന വേറൊരു മനുഷ്യനായിരുന്നു, വേറൊരു പ്രൊഫസറായിരുന്നു, പ്രൊഫസർ വിശേഷാദ്രി. നിങ്ങൾക്കെല്ലാം അതേവർക്കും അറിയാം. 1958 മുതൽ 83 വരെ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രവർത്തിച്ചു. തുടക്കത്തിൽ 1 മാൻ ഷോ പോലെ ഒരു സിംഗിൾ ലെക്ചറായിട്ടാണ് പ്രൊഫസർ ശേഷാദ്രി ഗവൺമെന്റ് കോളേജിൽ ചേർത്തത്. ആ ശേഷാദ്രി സാറിനെ ഓർക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് കഴിഞ്ഞ വർഷം ശേഷാദ്രി സാറിന്റെ ജന്മദിനമായ നവംബർ 14 ശേഷാദ്രി ഷിൻഡെ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ വലിയ സാന്നിധ്യമായി നിലയുറപ്പിച്ച ഒരു ജീവിതമായിരുന്നു. നമ്മുടെ ഈ വടക്കേ അറ്റത്തെ മണ്ണിൽ നിന്ന് ഒരാൾ ഉയർന്നു വരിക എന്നുള്ളത് ഒരു കാലത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. കോരപ്പുഴക്കിപ്പുറം എന്ത് സാഹിത്യം എന്നത് ഒരു കാലത്ത് വളരെയധികം മുഴങ്ങിക്കേട്ട ഒരു വാക്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോരപ്പുഴക്കിപ്പുറമാണ് സാഹിത്യത്തിന്റെ വലിയ പ്രധാനപ്പെട്ട കുറെ അനുഭവം. ഒരു കാലത്ത് നമ്മുടെ മണ്ണിന് സിനിമ അപ്രാപ്യമായിരുന്നു, അല്ലേ? സിനിമയൊക്കെ മദിരാശിയിലും ഒറ്റപ്പാലത്തും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലമൊക്കെ മാറി. സിനിമ മുഴുവനും വടക്കൻ കേരളത്തിലായി. ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന ഇടം കൂടിയായി. സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന പ്രതിഭകളുടെ ഇടം കൂടിയായി നമ്മുടെ വടക്കൻ കേരളം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക കേരളത്തിൽ വളരെ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശം എന്ന നിലയിൽ
ഇബ്രാഹിം ബേബിജ മാഷെ പോലുള്ള വടക്കിന്റെ വെളിച്ചങ്ങൾ നൽകിയ ആ ഒരു പ്രകാശം കെടാതെ മങ്ങാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെയും വരും കാലത്ത് ജീവിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന തലമുറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. ബേബിജ മാഷ് ആദ്യം എഴുതിയ കവിതയുടെ പേര് ഇതാ രണ്ടിറ്റ് കണ്ണുനീർ എന്നാണ്. മാഷയുടെ ഒരു പുസ്തകമാണ് എന്റെ എഴുതൽ പൂർണ്ണമായി വായിച്ച ഒരു പുസ്തകമാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രസക്തി എന്ന മാഷ എഴുതിയ ഗംഭീരമായ ആ കോളം എത്രയോ വർഷങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ വന്നിരുന്ന ആ ഒരു വിശകലന കോളം തുടർച്ചയായി ഒരുപാട് വർഷങ്ങൾ വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മാധ്യമത്തിലുമൊക്കെ വന്നിട്ടുള്ള രചനകൾ. ഈ നിലനിന്ന നാട്ടെഴുത്തുകൾ എന്ന എംഫിൽ ഗവേഷണ പ്രബന്ധം എട്ടിയുടെ കഥകളെ മറ്റാരും വായിക്കാത്ത രീതിയിൽ നാട്ട് എഴുത്തിന്റെ വയലുകളും പുഴയും പ്രകൃതിയും അവിടുത്തെ സഹജീവികളും ഒക്കെ ചേർന്ന ഒരു അനുഭവ പരിസരത്ത് നിന്ന് എങ്ങനെയാണ് എം ടിയുടെ എഴുത്ത് പടർന്നു പന്തലിച്ചത് എന്നന്വേഷിക്കുന്ന ഒരു ജനപദ പഠന സാഹിത്യം എന്ന രൂപത്തിൽ ആ പഠനത്തെ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതാ രണ്ടിറ്റ് കണ്ണുനീർ എന്ന ഒരു കവിതയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. അത് എം എ റഹ്മാൻ മാഷ് ആ ഒരു കവിതയിലൂടെയാണ് എന്റെ സുഹൃത്താവുന്നത്. ആ കവിതയാണ് ആദ്യമായിട്ട് കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിക്കുന്നത്. കവിതയും കണ്ണുനീരും തമ്മിലൊരു ബന്ധമുണ്ട്. രുതികാനുസാരി കവി എന്നാണ് പറയുക. കരച്ചിലിന് പിറകെ പോകുന്നയാളാണ് കവി എന്ന് വിളിക്കുക. രണ്ടിറ്റ് കണ്ണുനീർ എന്ന കവിതയിലൂടെ ആരംഭിച്ച ആത്മസൗഹൃദം റഹ്മാൻ മാഷും ബേബിജ മാഷും ദീർഘകാലം ഒരുപോലെ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. കരളിന്റെ കണ്ണുനീർ കലരാത്ത കവിത ഇതൊക്കെയും കപടമല്ലേ എന്ന് കവി ചോദിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണുനീര് കലർന്ന ആ ഒരു എഴുത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ആദ്യമായിട്ട് പുറം ലോകം കാണുന്നത് കോളേജ് മാഗസിനിലൂടെ. ആ കോളേജ് കാലത്ത് ജീവിതത്തെ കുറിച്ച് മാഷ് ഓർമ്മിക്കുന്നത് ആത്മകഥയിലും ദീർഘമായിട്ട് അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അവിടെ അദ്ദേഹം പറയുന്നത് ആ കോളേജ് ഒരു പുതിയ ലോകം എനിക്ക് തുറന്നു തന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അവിടുത്തെ ലൈബ്രറിയെ കുറിച്ച് റഹ്മാൻ മാഷ് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു മാണിക്കം എന്ന പേരിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. പുസ്തകങ്ങളെ മക്കളെ പോലെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, സദാ പുകയില ചവച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഈ ബേബിജ മാഷും അതുപോലെ തന്നെ റഹ്മാൻ മാഷും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഈ മാണിക്യം എന്ന ലൈബ്രറിയിനൊപ്പമായിരുന്നു. ഇവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ധാരാളമായിട്ട് കൊടുത്തു. സ്വന്തം ലൈബ്രറിയിൽ നിന്ന് റഹ്മാൻ മാഷ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അപൂർവമായ ചില പുസ്തകങ്ങൾ അത് കീറിപ്പറഞ്ഞതാണെങ്കിൽ അതിന്റെ കവർ പോയതാണെങ്കിൽ അതൊക്കെ നന്നായി പശതേറ്റ് ഒട്ടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്ന ആൾ കൂടിയായിരുന്നു ഈ മാണിക്യം എന്ന ലൈബ്രറിയൻ. മാത്രമല്ല റഹ്മാൻ മാഷ് അതിനെ കുറിച്ച് എഴുതുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഞങ്ങൾ എപ്പോഴും എല്ലാ മാസവും ഒരു സഹായം ചെയ്യേണ്ടതുണ്ടായിരുന്നു. മാസാദ്യം എല്ലാ മാസത്തിന്റെയും ആദ്യ ദിവസങ്ങളിൽ ഈ ലൈബ്രറിയന് ഒരു 5 രൂപ ഞങ്ങൾ കടം കൊടുക്കണമായിരുന്നു. കുടുംബത്തിന്റെ പ്രാരബ്ധങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി മാസാദ്യം ഒരു 5 രൂപ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യന് കടം കൊടുക്കും. ശമ്പളം കിട്ടിയ ഉടനെ അദ്ദേഹം അത് തിരിച്ചു തരും. അങ്ങനെ ബേബിജ മാഷുടെയും അതുപോലെ റഹ്മാൻ മാഷുടെയും ഈ ഒരു എഴുത്തു ജീവിതത്തെ, വായനാ ജീവിതത്തെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യനായിട്ട് മാണിക്യം എന്ന് പറയുന്ന കോളേജ് ലൈബ്രറി അവിടെ സാഹിത്യ സമാജത്തിന്, മലയാള സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ട് ബേബിജ മാഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു. കോളേജിലെ മലയാള സമാജം ഉദ്ഘാടനത്തിന് എം ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. കോഴിക്കോട് ആദ്യമായിട്ട് പോയിട്ട് ഒരു വാടക കാർ എടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ എം ടി പറഞ്ഞു നമുക്ക് പുലത്തിലിനെയും കൂട്ടാൻ വഴിയില്ല. അങ്ങനെ വടകരയിൽ പുലത്തിൽ പിള്ളേയും കൂട്ടിയിട്ടാണ് കോളേജിലേക്ക് വരുന്നത്. അതൊക്കെ അവിസ്മരണീയമായ ഒരു അനുഭവമായിട്ട് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ താൻ ഇടപെടുന്ന മേഖലകളെയൊക്കെ ഭാവനാപൂർണമായ സർഗാത്മകമായ അനുഭവങ്ങളും അനുഭൂതികളും ചുറ്റുമുള്ളവർക്കൊക്കെ നൽകാൻ കഴിയുന്ന തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സർഗശേഷി അദ്ദേഹത്തിന് പഠനകാലത്ത് തന്നെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പട്ടാമ്പി സംസ്കൃത കോളേജിൽ MA മലയാളം പഠിക്കുന്നു, ഇംഗ്ലീഷാണ് BA പഠിക്കുന്നത്. നടന്നു കയറുകയും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് നിലയുറപ്പിക്കുകയും ചെയ്യാൻ ബേബിജ മാഷ് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ ഇവിടെ അനുസ്മരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്. സാഹിത്യവും കലയും എന്താണ് ലോകത്തോട് പറയുന്നത്? ഇന്ന് സാഹിത്യം ആയിരിക്കും വേണമെന്നില്ല. ഇന്ന് എല്ലാറ്റും നമുക്ക് കണ്ണും വിരലും മാത്രം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തിലേക്ക്, വായനയിലേക്ക് എത്രത്തോളം ആളുകൾ വന്നു ചേരുന്നുണ്ട് എന്നൊരു സംശയം ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാവും. വായന മരിച്ചു എന്നൊക്കെ പറയും. ഇല്ല, വായന മരിച്ചിട്ടില്ല. വായിക്കാനും പുസ്തകങ്ങളെ സ്നേഹിക്കാനും അതിലുള്ള അനുഭവങ്ങളെ സ്വാംശീകരിക്കാനും ലോകത്തിന് അത് വെളിച്ചമാക്കി തീർക്കുവാനും വേണ്ടി സവിശേഷമായി ഇടപെടുന്ന സംഘങ്ങളും സംഘടനകളും വ്യക്തികളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്.
എന്റെ കണ്ണുകളിൽ, കാതുകളിൽ, ഹൃദയത്തിൽ വന്ന് അലയടിക്കുന്നത് ലോകത്തിന്റെ നിലവിളികളും നിശ്വാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെയാണ്. ഇല്ലേ? നമ്മൾ ജീവിക്കുന്ന കാലം സുന്ദരമാണോ? അത്രയൊക്കെ അല്ല. ഇപ്പോഴും നിലവിളിക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത എഴുതുന്നുണ്ട്, അകലങ്ങളിൽ അതിവൃഷ്ടികൾ, അത്യുഷ്ണങ്ങൾ, അഭയാർത്ഥികൾ തൻ ആർത്തമാം പ്രവാഹങ്ങൾ, അകലങ്ങളിൽ അഗ്നിബാധകൾ, നിത്യവും വരും രക്തമിറ്റുന്ന ദിനപത്രം. ഇല്ലേ? ചോരയിറ്റുന്ന ദിനപത്രം ദിവസനെ കാണുന്നതും കേൾക്കുന്നതും. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. മറ്റൊരു കവി പറയുന്നു, ക്ഷുബ്ധമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം, എത്രയും അസ്വസ്ഥമാണ് ഉലകം. ഒരു സ്വസ്ഥതയും തരാത്ത ലോകമാണിത്. വേദനയുടെ, കണ്ണുനീരിന്റെ, ഞരക്കങ്ങളുടെ, നിലവിളികളുടെ, നെടുവീർപ്പുകളുടെ കൊടുങ്കാറ്റ് വീശുന്ന ഒരു കാലം. കടമ്മനിട്ടൊരു കവിതയിൽ, മകനോടെന്ന കവിതയിൽ പറയുന്നുണ്ട്, മകനെ നിന്നോട് പറയാൻ മടിയുണ്ട് സുഖതമല്ലാത്ത കാര്യങ്ങൾ. നല്ല കാര്യം അധികം പറയാനില്ല മോനെ. എന്റെ കണ്ണിനു കണ്ണായ നിൻമുഖം കാണുമ്പോൾ കള്ളം പറയുവാൻ വയ്യ. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്നു ഞാൻ നിന്നോട് ചൊല്ലാം. ഒത്ത നടുവിൽ നിന്ന് അപ്പപ്പോഴോരോന്നായി ബാക്കി നീ പിന്നീടറിയും. എച്ചിലിലകളിൽ പറ്റിപ്പിടിച്ചാർക്കുമീച്ച പോൽ എത്ര കുഞ്ഞുങ്ങൾ കൊച്ചു കൈ നീളുന്നു പൂവിറുക്കാനല്ല വറ്റും മുലഞ്ഞെട്ടു തേടി. വെട്ടം പുരളാതെ പാതയോരങ്ങളിൽ കെട്ടിപ്പിടിക്കും മരണം. മകനെ നീ നാട്ടുപൗരനാകാതൊരു മനുഷ്യനായി തന്നെ വളരൂ. മകനെ നീ വെറും മാന്യനാകാതിന്ന് മനുഷ്യന്റെ പച്ചയായി തീരൂ. താഴെയാണോ ഈ കാണും മാനുഷ സോദരന്മാർ എന്ന് പണ്ഡിറ്റ് കറുപ്പ് ചോദിച്ചു. വഴി നടന്നൂടാ മനുഷ്യർക്ക്, സ്കൂളിൽ പോയിക്കൂടാ, ജോലി ചെയ്താൽ കൂലിയില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൂടാ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൂടാ, ഇഷ്ടമുള്ള ആഭരണങ്ങൾ അണിഞ്ഞുകൂടാ. അധികം ദൂരത്തേക്കൊന്നും പോണ്ട, ഒരു 100 കൊല്ലം പറകോട്ട് നോക്കിയാൽ മതി. നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. നരകം ഇവിടമാണ് ഹന്ത കഷ്ടം, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ. പണ്ടത്തെ കാലത്തെ നോക്കിയിട്ട് കവി ചോദിക്കാം, കുമാരനാശൻ ചോദിക്കുക, നരൻ അശുദ്ധ വസ്തു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടുകൂടാ, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ. ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. ഭൂമിയിൽ നടന്നുകൂടാ, മറ്റാരും കണ്ടുകൂടാ നടക്കുന്നത്. നരകം ഇവിടമാണ് ഹന്ത കഷ്ടം. നമ്മൾ സാധാരണ പറയും സ്വർഗ്ഗം നരകം എവിടെയാണ്? മരിച്ചാ പോകുന്ന 2 സ്ഥലം. നമ്മളെന്തായാലും സ്വർഗത്തിലല്ലേ പോകും. നരകത്ത് പോകുന്ന കുറച്ചാളെ ലിസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ? കവി പറയാണ്, പക്ഷെ നരകം ഇവിടമാണ്, മരിച്ചതിന് ശേഷം പോകുന്ന സ്ഥലമല്ല നരകം. ഇതാണ് നരകം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടുകൂടാത്ത നരകം, എല്ലാവർക്കും വഴി നടക്കാൻ അവകാശമില്ലാത്ത നരകം, എല്ലാവർക്കും അക്ഷരം പഠിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നരകം, എല്ലാവരുടെ മക്കളെയും ഒരുപോലെ പരിഗണിക്കാത്ത നരകം. ഇത് തന്നെയാണ് നരകം. ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ? ഇതുപോലെ അമരം കൊണ്ട് എഴുത്തിലെ ബഷീറിനെ പോലുള്ള എഴുത്തുകാർ, തകഴിയെ പോലുള്ള എഴുത്തുകാർ, കേശവദേവനെ പോലുള്ള എഴുത്തുകാർ, വയലാറിനെയും ONV-യെയും ചങ്ങമ്പുഴയും പോലുള്ള കവികൾ, ഇവരൊക്കെ വ്യവസ്ഥിതിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചങ്ങമ്പുഴ കവിത എഴുതുന്നുണ്ട്, വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധനച്ചെറുക്കൻ ഉമിനീരും. പണക്കാരന്റെ മോൻ പാൽ കുടിച്ചോട്ടെ, പാവപ്പെട്ടവൻ ഉമിനീര് കുടിച്ചാൽ മതി. ആരുടെ വിധിയാണത്? ദൈവത്തിന്റെ വിധിയാണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനയാണെങ്കിൽ അങ്ങനെയുള്ള ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധനച്ചെറുക്കൻ ഉമിനീരും, ഈശ്വരേച്ഛയായിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ. അപ്പൊ വ്യവസ്ഥയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് എഴുത്ത് കാലികമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ജാതി മേധാവിത്വത്തിന്റെ ഒക്കെയുള്ള വലിയ ഇരുട്ടുകൾ നമ്മളെ വന്ന് മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് എഴുത്തിന്, വായനക്ക്, അതാണ് ഞാൻ പറഞ്ഞ വായന നിർദോഷമായ പ്രവർത്തനമല്ല, വളരെ ഗൗരവമേറിയ സാംസ്കാരിക പ്രവർത്തനമാണ് വായന. ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത് പോലെ മൗലികമായ ചില ഉൽപാദന പ്രക്രിയകൾ വായനാവേളയിൽ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പുസ്തകങ്ങളുടെ, വായനയുടെ ഈ ഒരു ലോകം, അത് നമ്മുടെ ലോകത്തിന്, സമൂഹത്തിന് ഉണ്ടാക്കി തരുന്ന ഉണർവിന്റെ, ഉന്മേഷത്തിന്റെ, മാനവികതയുടെ വലിയ അനുഭവങ്ങളിലേക്ക്, അനുഭൂതികളിലേക്ക്
നമ്മളൊക്കെ ബോധപൂർവം കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അതിനൊന്നും അധികം നേരമില്ല. നമ്മളൊക്കെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കവി പാടുന്നുണ്ട്, ഇത്തിരി വട്ടം മാത്രം കാണുന്ന, ഇത്തിരി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം പരിമിതപ്പെട്ടു പോകുന്നു. ഇങ്ങനെയാണ്, അത് കഴിയുന്നില്ലല്ലോ. അതെങ്ങനെയാ കഴിയുക? ഞാൻ നിരന്തരമായി എന്നെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പുതിയ ലോകത്തിന്റെ ഒരു പൊതുബോധമായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും കാണിക്കേണ്ടതില്ല. അഷ്റഫ് ആടൂര് കണ്ണൂരിൽ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു, മാധ്യമപ്രവർത്തകരായിരുന്നു, കഥാകാരനായിരുന്നു. ചെറുപ്പത്തിലെ അകാലത്തിൽ മരിച്ചുപോയ ഒരു സുഹൃത്തായിരുന്നു ഞങ്ങളുടെയൊക്കെ. അഷ്റഫിന്റെ ചെറിയ ചാറ്റില് പോലുള്ള ചെറിയ ചില കഥകളുണ്ട്. അതിലൊരു കഥയിൽ അഷ്റഫ് എഴുതുന്നത്, അടുത്ത വീട്ടിൽ നിന്ന് വല്ലാതെ പുക ഉയരുന്നത് കണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത വീട്ടിൽ നിന്ന് വല്ലാതെ പുക ഉയരുന്നത് കണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഓ, തീ പിടിച്ചതാണെന്ന് തോന്നുന്നു. അയാൾ വേഗം തന്നെ വീട്ടിനകത്തേക്ക് കയറി വാതിലടച്ച് TV ഓൺ ചെയ്തു. ലൈവ് ഉണ്ടെങ്കിൽ കാണാമല്ലോ. എന്താ ലൈവ് കാണുന്നത്? അടുത്ത വീട്ടിന് തീ പിടിക്കുന്നത്, സ്വന്തം വീട്ടിലിരുന്ന് TVയിൽ ലൈവ് കാണാം. പണ്ട് നമ്മൾ അങ്ങനെയല്ല. അടുത്ത വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി എന്തെങ്കിലും പുക ഉയരുന്നത് കണ്ടാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് കലത്തിലെ വെള്ളവും ചട്ടിയിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും എടുത്ത് ഓടും. എന്തിനാ? അത് അടയ്ക്കാൻ. ഇതാണ് പുതിയ കാലം. അതിശയോക്തിപരമായിട്ട് എഴുത്തുകാരൻ മുമ്പേ എഴുതിയതാ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ മരിച്ചു കിടന്നിട്ട് പുഴുവരിച്ചാലും അറിയാത്ത തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു. തമ്മിൽ കാണുന്നില്ല നമ്മൾ എത്രയടുത്തു ചരിക്കുമ്പോഴും, എത്രയതാര്യം നമ്മുടെ വാസസ്ഫടിക കുടുസുകൾ, ഭാഷ വിചാരം. റഫീഖ് അഹമ്മദ് ആൽമറ എന്ന കവിതയുടെ അവസാനത്തിൽ എഴുതുക, പരീക്ഷ തന്നെ ഒരാൾ വരുന്നുണ്ട്, കുട താഴ്ത്തിപ്പിടിക്കുക, ഒഴിവാക്കുക കുശല ശല്യം. KGS എഴുതുക. അതാ നിങ്ങൾ അപ്പുറത്ത് ഒരാൾ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്, അയാളോട് ഉണ്ടായിരുന്നു വേണ്ട, കുട രക്ഷ പിടിച്ചിട്ട് കാണാത്ത പോലെ ഇങ്ങോട്ട് നോക്കി നടന്നോളാം. എന്തിനാ വെറുതെ അയാളൊക്കെ മുണ്ടിയിട്ട് നിങ്ങളെ എനർജി കളയുന്നു? ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യയശാസ്ത്രമായിട്ട് പൊതുബോധമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവനവനിലേക്ക് മാത്രം ചുരുങ്ങുക. നിങ്ങളുടെ സുഖം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വാഹനം, അതിനപ്പുറത്തൊരു പ്രതിബദ്ധതയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന അങ്ങേയറ്റം അരാഷ്ട്രീയമായ, മനുഷ്യവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാഹിത്യവും കലയും നമ്മളെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രാപ്തമാക്കും. ഒരു കഥയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാൾ ഏതോ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറും. എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം വീഴുന്നത് എന്റെ പുറത്താകുന്നു എന്ന് തോന്നും നിങ്ങൾ. ഉമ്മുക്കുലൂസു മരിച്ചെന്ന് രാത്രി തൊട്ടിന്നോളം ആ മഴ തോന്നുമില്ല. ഈ കവിത കേൾക്കുന്നതിന് മുമ്പുള്ള നിങ്ങളാണോ? കേട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾ? ഈ കവിത വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളല്ല, ഈ കവിത വായിച്ചതിന് ശേഷമുള്ള നിങ്ങൾ. ഈ ഉമ്മയും ഈ മകളും നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ മനസ്സിന്റെ ഭാരം കൂട്ടിയിട്ടുണ്ട്. നമുക്കറിയില്ല മുക്കുൽസുവിനെ, ആ ഉമ്മയെ നമുക്കറിയില്ല. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇതുപോലുള്ള ജീവിതങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കടന്നു കയറും. അടിയതുപോലെ ലോകാനുരാഗമുള്ളവരായിട്ട് മാറും. ഒരു മനുഷ്യന് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഗുണം എന്താണ്? ലോകാനുരാഗിത്വമാണ്. ലോകത്തെ, ചുറ്റുപാടിനെ, സഹജീവികളെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ സ്നേഹിക്കാനും ആ ലോകത്തിന് വേണ്ടി സംസാരിക്കാനുമുള്ള സന്നദ്ധത ആവശ്യമായിട്ടുള്ള ഒരു കാലമാണ്. ലോകാനുരാഗം ഇല്ലാത്തവരെ നരന്റെ ആകാരമാർന്നിവിടെ നിങ്ങൾ ജനിച്ചിടായും എന്നാണ് ആശാൻ എഴുതിയത്. ഈ ലോകാനുരാഗിത്വം നമുക്ക് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ഇവിടെ ഉറപ്പിച്ചെടുക്കാൻ കഴിയണം. എല്ലാവരും ആത്മാനുരാഗികളായിട്ട് മാറിക്കൊണ്ട് അതിൽ നിന്ന് വിടുതൽ ചെയ്തുകൊണ്ട് ലോകാനുരാഗിത്വത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും വളരാനുള്ള ഒരു അന്തരീക്ഷം, സാഹിത്യം, കല, സാംസ്കാരിക പ്രവർത്തനം, വായന, എഴുത്ത്, ഇതൊക്കെ ചേർന്ന് നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുകൂടി ഉതകുന്ന തരത്തിലാണ് ബേബി മാഷൊക്കെ ഓർമ്മിക്കുക എന്ന് പറയും. ഇപ്പൊ ഒരു കോളേജ് മാഗസിന് അവാർഡ് കൊടുക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ കോളേജുകൾ സർഗാത്മകതയുടെ വളരെ സവിശേഷമായ ഇടങ്ങളായി. പിൽക്കാലത്ത് വലിയ വലിയ എഴുത്തുകാരായിത്തീർന്ന ഒരുപാട് ആളുകൾ കോളേജ് മാഗസിനിലൊക്കെ എഴുതിയിട്ടാണ് പ്രശസ്തരായി മാറി. ഇന്ന് നമ്മുടെ അത്രത്തോളം സർഗാത്മകമാണോ നമ്മുടെ ക്യാമ്പസുകൾ എന്നൊരു ചോദ്യം പുതിയ കാലത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രമല്ല മാഗസിനുകളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ എന്നാലും പുതിയ തലമുറ എത്രത്തോളം എഴുത്തിന്റെ, വായനയുടെ
ഈ രീതിയിലുള്ള പഴയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? പക്ഷേ അവർ വളരെ സജീവമായിട്ട് എഴുത്തിന്റെയും വായനയുടെ ലോകത്തുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മറ്റനേകം പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കോളേജ് ഫെസ്റ്റിവൽ പോലുള്ള ഈ ഫെസ്റ്റിവലുകളിലൊക്കെ ഇടിച്ചു കയറി അവിടെ സംവാദങ്ങൾക്ക്, ചർച്ചകൾക്ക്, ചോദ്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പൊ ഡൽഹിയിൽ ഒരു ഭരണകൂടത്തെ വിറപ്പിച്ച്, അല്ലേ, ഒരു ഭരണകൂടത്തിന്റെ അപ്രമാദിത്വത്തെ തകർത്തു കളഞ്ഞ ശക്തി, ആ ശക്തി വിശേഷം ആരുടേതായിരുന്നു? ഇന്ത്യൻ യുവത്വത്തിൻ്റെതായിരുന്നു. ഇതൊക്കെ നമുക്ക് നൽകുന്ന പ്രതീക്ഷയുടെ ഒരു വലിയ അനുഭവമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്ത് അത്ര എളുപ്പത്തിലൊന്നും ഇരുട്ട് പടർത്താൻ പ്രതിരോധകാരികൾക്ക് കഴിയില്ല. ആ ജാഗ്രതയും ആ പ്രതിരോധ വീര്യവും ഒക്കെ നഷ്ടമാകാതെ, കൈമോശം വരാതെ നിലനിർത്താൻ പുതിയ കാലത്ത് ചെറുപ്പക്കാർക്കൊപ്പം, സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം, എഴുത്തുകാർക്കൊപ്പം, വായനക്കാർക്കൊപ്പം, കലാകാരന്മാർക്കൊപ്പം പ്രതിബദ്ധതയോടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ പൗര സമൂഹത്തിന് കൂടി ബാധ്യതയുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ ആരുടെയൊക്കെയോ പണിയായിട്ട് നമ്മൾ വിചാരിച്ചില്ലേ? എഴുത്തുകാർ അവരെഴുതും, വായിക്കുന്ന കുറെ ആളുകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവരത് ചെയ്യും. കലാകാരന്മാർ, നാടകം കളിക്കാൻ കുറെ ആളുകളുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, ഇതൊക്കെ ചെയ്യാൻ ആളുകളുണ്ട് എന്ന് വിചാരിച്ചൊരു കാര്യം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. എന്താ കാരണം? നമ്മുടെ നാടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ലോകത്തിന്റെ നിലനിൽപ്പ് അപകടാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്, അല്ലേ? ഇന്ന് കയറി കളിക്കുന്ന ഗോളിമാരുടെ കാലമാണ്, അല്ലേ? ഇപ്പൊ ലോകകപ്പ് കഴിഞ്ഞില്ലേ? പണ്ട് നമ്മളൊക്കെ എപ്പം ഗോളി വരുമ്പോൾ പിടിക്കാൻ വേണ്ട ഗോളിക്ക്. ഇപ്പൊ ഗോളിക്കാണ് ഏറ്റവും കൂടുതൽ ഗോളി വരുന്നത്, സ്വന്തം ഗോളിക്കല്ലേ. ഗോളിമാരൊക്കെ കയറി കളിക്കേണ്ടുന്ന കാലാണ്. കളി കാണുന്നവരല്ല, കളിക്കുന്നവരായിട്ട് എല്ലാവരും മാറുക. രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി എല്ലാവരും കളിക്കളത്തിൽ ഇറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് ബേബി മാഷ് നമ്മളെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് എഴുത്തിന്റെയും വായനയുടെയും സർഗാത്മകതയുടെയും വഴികളിലൂടെ നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയും ഒക്കെ തന്നെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ മക്കളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമാ മണ്ണിൽ നിന്നുയർന്നു കൊണ്ട് ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമാ മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ.
പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ക്ഷണിക്കുന്നു. തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും ആത്മാവിനിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ ആത്മാവിനിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി തീവെയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ തീവെയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം സാക്ഷിയായി പറയാനുള്ളത് കോളേജിൽ 2ാം ഭാഷ അറബിയായ അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി തീവെയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും ശിഷ്യനും കാസർഗോഡ് അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും വേണ്ടി
നഗരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമാ സായാഹ്നം സാക്ഷിയാ പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.